ശ്രീ വിജയ് തമ്പി, ഈ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ, പ്രസക്ത ഭാഗങ്ങൾ സ്വകാര്യതയെ മാനിക്കുന്നു എന്നൊരൊറ്റ നിലപാടെടുത്തുകൊണ്ട് സർക്കാർ ഒഴിവാക്കി എന്നുള്ളതാണ്. അതിൽ വലിയ വിവാദം ഉയരുന്നുണ്ട്. താങ്കളുടെ ഒരു മറുപടി എന്താണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഒരു കാര്യം ഞാൻ തോന്നുന്നത്, സർക്കാർ ഈ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ഇത്രയും കോടി രൂപ മുടക്കി ഇങ്ങനൊരു സംഭവം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഇതൊരു പ്രഹസനമല്ലേ? കാര്യം ഇങ്ങനൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി, ഈ റിപ്പോർട്ട് ഇനിയും പ്രസിദ്ധീകരിക്കുന്നില്ല, ഒരു കാര്യവും നടപടിയെടുക്കുന്നില്ല. ഇപ്പൊ ഇന്നലെ പലപ്പോഴും പറയുന്ന കേട്ടു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നടപടി എടുക്കാൻ. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ നടപടി എടുക്കാൻ പിന്നെ എന്തിനാ ഹേമ കമ്മിറ്റി? ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരാൾക്കൊരു പരാതി വന്നാൽ ആ പരാതി കൊടുത്താൽ അന്വേഷണം എടുക്കാൻ പോലീസ് ഉണ്ട്, അല്ലെങ്കിൽ കോടതി വഴി നടത്താം. പിന്നെന്തിനാ സർക്കാരിന് ഹേമ കമ്മിറ്റി? ഈ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ് ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് ഇത്രയും പണം ചെലവാക്കി ഒരു ഏറ്റവും പ്രഗത്ഭയായ ഒരു നടിയെ അവരെ വരെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയിട്ട് എന്താ പ്രയോജനം? ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാനാണെങ്കിൽ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് അങ്ങനൊരു ധൈര്യമുള്ള സർക്കാരാണെങ്കിൽ, അങ്ങനെ ഒരു ചങ്കൂറ്റുള്ള സർക്കാരാണെങ്കിൽ അത് കേസുമായിട്ട് അതിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. ഇത് വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം മൊത്തം സിനിമാക്കാർക്ക് എല്ലാം മൊത്തത്തിൽ നാണക്കേടായ ഒരവസ്ഥയായി. ഇതിപ്പം പലരും സോഷ്യൽ മീഡിയകളിലും മറ്റ് യൂട്യൂബ് ചാനലുകളിലും പലരും പലരെ കുറിച്ചും പറയുന്നു. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി 2 നടന്മാരെ കൈയും പൊക്കി നിൽക്കുന്ന ഒരു പടം കിടക്കുന്ന കണ്ടു. കൈയോടെ പൊക്കി എന്ന് പറഞ്ഞിട്ട് 2 നടന്മാരെ. അപ്പൊ ഇത് തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു തമാശയ്ക്ക് വേണ്ടിയാണോ ചെയ്തത്? എത്രയോ പേരുടെ കഷ്ടപ്പെട്ട് അവര് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, അവരുടെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു ഹേമ എന്ന് പറയുന്ന അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് 5-6 വർഷം കൊണ്ട് സർക്കാർ വാങ്ങിച്ച് കക്ഷി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഇത് കോടതി നിർബന്ധിച്ചുകൊണ്ടല്ലേ, കോടതിയിൽ കേസ് വന്ന് കോടതി നിർബന്ധിച്ചുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത്. ഞാൻ പറയുന്ന റിപ്പോർട്ടിൽ അവരെന്താ കൊടുത്തിട്ടുള്ള ആ റിപ്പോർട്ട് അതുപോലെ ഹൈക്കോടതിയിൽ ഏൽപ്പിക്കുക. ഹൈക്കോടതി തീരുമാനിക്കട്ടെ എങ്ങനെ നിയമ നടപടി സ്വീകരിക്കണമെന്ന്. പിന്നെ ഇരയുടെ കാര്യത്തിൽ എല്ലാ കേസുകളിലും ആ ഇരയ്ക്കുള്ള ആ ഒരു വ്യക്തിത്വം, അവരുടെ ഒരു രഹസ്യ സ്വഭാവം എല്ലാ കോടതികളും സംരക്ഷിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഹൈക്കോടതി തീരുമാനിക്കട്ടെ, സർക്കാർ തീരുമാനിക്കണ്ട. സർക്കാർ ഈ കംപ്ലീറ്റ് റിപ്പോർട്ട് അതുപോലെ ഹൈക്കോടതി ഹാജരാക്കട്ടെ. സെപ്റ്റംബർ 10 ഈ മുദ്രവച്ച കവറിലേക്ക് പൂർണ്ണമായി ഇതിന്റെ പൂർണ്ണ രൂപ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സർ, ഈ രഹസ്യാത്മകത സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഒരുപക്ഷെ പരാതിക്കാരില്ല, അതുകൊണ്ട് തന്നെ നടപടി എടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. രഹസ്യാത്മകത സൂക്ഷിക്കുകയും വേണം, പക്ഷേ ഇതിൽ കൃത്യമായ നടപടിയും വേണം എന്ന് പറയുന്ന അതിൻ്റെ ഒരു പക്ഷേ അത് മുൻനിർത്തിക്കൊണ്ടായിരിക്കും സർക്കാർ ഇങ്ങനെ ഒളിച്ചുകളി തുടരുന്നതും അല്ലെങ്കിൽ ചില ന്യായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും. ഇതിനപ്പുറത്തേക്ക് എൻ്റെ ഒരു സംശയം, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ സംവിധായിക അഞ്ജലി മേനോനൊക്കെ ഒരിക്കൽ ജനം ടിവിയോട് പ്രതികരിച്ചതാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം പോട്ടെ, ഇനിയുള്ള കാലം, ഇനി വരുന്ന കാലം സിനിമാ മേഖല ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കും WCC ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണമെന്നും സർക്കാർ ഇപ്പോൾ കോൺക്ലേവ് നടത്തുമെന്നും പറയുന്നത്. അത് എത്രത്തോളം ശരിയായൊരു നടപടിയാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം സ്വീകാര്യമാണ് എല്ലാവർക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംശയമാണ് എനിക്കുള്ളത്. സിനിമാ മേഖലയിൽ സർക്കാരിന് ഒരു പരിധിക്കപ്പുറം ഇടപെടാൻ പറ്റത്തില്ല. കാര്യം ഇത് ഒരു എന്താ പറയുക, എന്റർടൈൻമെന്റ് ബിസിനസ്സാണ്. ഈ എന്റർടൈൻമെന്റ് ബിസിനസ്സിൽ എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് ബിസിനസ്സിൽ ആർക്കാണ് വാല്യൂ? ആ വാല്യൂ ഉള്ളവർക്കാണ് ഇത്. അല്ലാതെ സർക്കാരും പറയണം ഇത്രയും പേർക്ക് ജോലി കൊടുക്കണം, ഇത്രയും പേർക്ക് ജോലി ഇല്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത്രയും സ്ത്രീ പ്രാതിനിധ്യം സംവരണം വേണം. അതൊക്കെ സിനിമയിൽ എങ്ങനെ നടക്കും? സിനിമയിൽ എങ്ങനെ നടത്താൻ പറ്റുമോ? അപ്പൊ സിനിമയിൽ ഏത് മേഖലയിലായാലും, സിനിമയിൽ ഇപ്പൊ ഞാൻ അഭിനയ മേഖല മാത്രമല്ല പറയുന്നത്, സംവിധാനമായാലും ഫോട്ടോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം ആ സമയത്ത് ആരാണോ പോപ്പുലറായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരുടെയാണോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അവരെ വയ്ക്കത്തുള്ളൂ. സർക്കാർ പറയുന്നത് ഇത്രയും ഈ ക്യാമറമാൻ ഇവർക്ക് ഇത്രയും കാലം പണിയിലായിരിക്കണം, ഈ ക്യാമറമാനെ വെച്ച് നിങ്ങൾ അടുത്ത പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അത് മറ്റൊരു ഇൻഡസ്ട്രി അല്ലേ. സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വേറെ രീതിയിലുള്ളതാണ്. ഒരു പരിധിക്കപ്പുറം സർക്കാരിന് ഒന്നിലും ഇടപെടാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ തന്നെ ഈ റിപ്പോർട്ടിന്റെ കാര്യം, ഇതിനെന്തിനാ ഇത് ഒരു മുൻവിധിയോടുകൂടിയാണ് ഇതിനെ കാണുന്നതെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ വെച്ചത്? ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? ഒരു കാര്യമില്ലായിരുന്നു. ഇത് വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പിണറായി ചെയ്യുന്ന പരിപാടിയാണ്. പിണറായി സർക്കാരിന്റെ മറ്റു പല പറ്റിപ്പുകളുടെ ഇടയിൽ ഇത് മറ്റൊരു പറ്റിപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ.